ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം നഗരത്തിലെ മേയറാക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞാൽ ആർക്കത് തർക്കിക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് ആര്യ രാജേന്ദ്രനല്ല, അതിനൊരു പിൻസീറ്റ് ഡ്രൈവർ ഉണ്ടായിരുന്നു. അതിൻ്റെ പരിമിത ഫലമാണല്ലോ ഇപ്പോൾ അനുഭവിക്കുന്നത്. AKG സെൻറ്ററിലെ LKG കുട്ടി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ആ നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. പട്ടി ചത്താൽ ശ്രീലേഖ IPS പോകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പട്ടി ചത്താലും കൗൺസിലർ പോകണം. ഉച്ചയ്ക്ക് വന്ന് പറയും, ഈ അമ്പിളിയമ്മാവനെ പിടിക്കാൻ പറ്റുമോ, എനിക്കൊന്ന് അമ്പിളിയമ്മാവനെ പിടിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ പറയും പിടിച്ചു തരാം, പക്ഷേ ഇപ്പം പകലില്ല, അമ്പിളിയമ്മനെ കാണാൻ പറ്റില്ല, ഞാൻ രാത്രി ആവട്ടെ, ഞാൻ പിടിച്ചു തരാം. അപ്പോൾ വീട്ടിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. വിമർശനങ്ങൾ പറയേണ്ട കാര്യങ്ങൾ അവർ പറയും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ KC ആയിരുന്നു. KC ആ കാലാംശത്തിൽ ഞാൻ അന്ന് 2 ഔട്ടിന് തോറ്റു. പിന്നെ അവരെ ഒരു പിണങ്ങാത്ത ദമ്പതിമാരാരെ എന്ന് ചോദിച്ചാൽ ഞാനേ ഉള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി 45 ദിവസത്തിനകം വരും എന്നാണ് പറഞ്ഞത്. മറ്റേ പടത്തിൽ പറയുമല്ലോ, മോഹൻലാൽ വരൂ എന്നൊക്കെ. മോഹൻലാൽ വരും. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ ജനപ്രിയ കൗൺസിലർ എന്ന് പേരെടുത്ത വീണ്ടും കൗൺസിലറായിട്ടുള്ള കരമന അജിത്തേട്ടനും കുടുംബവുമാണ് നമുക്കിപ്പം ചേരുന്നത്. ചേട്ടാ, ചേച്ചി നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളിലൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഫ്രീ ആയി. എങ്ങനെയുണ്ട് കഴിഞ്ഞ 1.5 മാസം? തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കെന്ന് പറയുന്ന ആ ചോദ്യം തന്നെ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 1.5 മാസം ഞാൻ റെസ്റ്റിലായിരുന്നു. ഇനിയാണ് തിരക്ക് കൂടുന്നത്. അത് ചേച്ചി പറയുന്നത് ഇനിയാ തിരക്ക് കൂടുന്നത്. കാരണം 1.5 മാസം എനിക്ക് വളരെ ഫ്രീ ആയിരുന്നു, മൈൻഡൊക്കെ വളരെ ഫ്രീ ആയിരുന്നു. ഒരു കൗൺസിലർ ആകുമ്പോൾ അറിയാമല്ലോ എന്തുമാത്രം ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. രാവിലെ ആകുമ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ വിഷയങ്ങൾ, അതുപോലെ തന്നെ വാർഡിലെ പൊതുവായുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം. പണ്ട് അവരിപ്പോൾ നേരത്തെ ശ്രീലേഖ IPSനെ കുറിച്ച് ഒരു ആക്ഷേപിച്ചു, പട്ടി ചത്താൽ ശ്രീലേഖ IPS പോകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പട്ടി ചത്താലും കൗൺസിലർ പോകണം, നമ്മൾ പോകും. അത് പോകുകയെന്നും ആവുകൊണ്ടല്ലോ അവരെ നമ്മൾ സ്ഥാനാർത്ഥിയായത്. പോകാൻ തയ്യാറായതുകൊണ്ടല്ല സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായത്. തീർച്ചയായിട്ടും അത് തിരക്കൊക്കെ മാറി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനങ്ങളോടൊപ്പം എപ്പോഴും ഇപ്പോൾ കൗൺസിലർ ആകുന്നതിന് മുമ്പും ഏകദേശം 42 വർഷത്തെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആ കാലാംശങ്ങളിൽ എപ്പോഴും ജനങ്ങളൊരാവശ്യം നമ്മളാ കഴിയുന്ന തരത്തിൽ നമ്മൾ അത് നിറവേറ്റുവാൻ ശ്രമിക്കാറുണ്ട്. അത് പിന്നെ അതിൻ്റെ തീർച്ചയായിട്ടും അതിനൊരു തീരുമാനം എത്തുന്നതോടെ അവരോടൊപ്പം നിൽക്കാറുണ്ട്. നടന്നില്ല എന്നുള്ളതല്ല വിഷയം. അവരോടൊപ്പം അവർക്ക് വിശ്വാസമുണ്ട്, അജിത്തേട്ടൻ വന്നു, അല്ലെങ്കിൽ അജിത്ത് വന്നു വിളിച്ചപ്പോൾ, അല്ല അജിത്ത് കൂടെ ഉണ്ട് എന്നൊരു ധൈര്യം എപ്പോഴും നമ്മൾ കൊടുക്കാറുണ്ട്. അത് ഇപ്പോഴും കൗൺസിലർ ആയിരുന്നപ്പോഴും കൗൺസിലർ അല്ലാത്തപ്പോഴും അത് തന്നെയാണ്. 1.5 മാസം ഫ്രീ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. വീട്ടിൽ കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ദിവസം? ഫുൾ ടൈം തിരക്കാണ്. പക്ഷെ എന്തായാലും ഫുഡൊക്കെ കഴിക്കാൻ കറക്റ്റായിട്ട് വീട്ടിലെ ഫുഡാണ് ഇഷ്ടം. അതുകൊണ്ട് അതിനൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ തിരക്ക് പിടിച്ച് നടക്കരുത്, കുറച്ച് സമയം വീട്ടിൽ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട്? നമ്മൾ അറിയാമല്ലോ പുള്ളിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിയാം. അപ്പം പിന്നെ നമ്മൾ അത് പറയുന്നത് ശരിയല്ല അല്ലേ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ, അവർക്ക് നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ പിടിച്ചിടുന്നത് ശരിയല്ലല്ലോ. ജനപ്രിയ കൗൺസിലർ എന്നാണ് അവിടുത്തെ ജനത പറയുന്നത്. അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് ആ പേര് നേടിയെടുത്തത്? കാരണം എല്ലാവരും ഇപ്പം കരമന അജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നമുക്ക് അത്ര വേണ്ടപ്പെട്ട ആളാണ്, ജനപ്രിയ കൗൺസിലറാണ് ചോദിക്കുമ്പോഴൊക്കെ എല്ലാവരും, അത് നെടുങ്കാടുള്ള ആളുകളാണെങ്കിലും കരമനുള്ള ആളുകളാണെങ്കിലും അതിനപ്പുറത്ത് അറിയാവുന്ന ആളുകളൊക്കെയും പറയുന്നത് അങ്ങനെയാണ്. അതെന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് പ്രിയമുണ്ടാകുമ്പോൾ ജനപ്രിയമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണം. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ കിട്ടണം. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ പറയാം, ജനഹിതം നെഞ്ചിലെത്തിയ ജനനായകൻ എന്നൊക്കെ കുട്ടികൾ എന്നെ കളിയാക്കാറുണ്ട്. അത് പക്ഷേ തെരഞ്ഞെടുപ്പ് ക്യാപ്ഷനും അത് തന്നെയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതുജനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, നമുക്ക് വേണ്ടിയല്ല. ഇപ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്ക് വേണ്ടി ഞാൻ എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂറായിരിക്കും ഞാൻ ഉറക്കുന്നത്. അത് എനിക്ക് വേണ്ടിയാണ്. ബാക്കിയുള്ള സമയമൊക്കെ ജനങ്ങളൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിലേ കളയുന്ന സ്വഭാവം എനിക്കില്ല. ഇതിലേ കേൾക്കും,
അതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അത് നമുക്ക് നാവിൽ കൂടി പറഞ്ഞു കൊടുക്കും, പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവരുടെ കൂടെ ഇറങ്ങിപ്പോകും. അവർ ചിലപ്പോൾ എനിക്ക് തോന്നും നടക്കാത്ത കാര്യമാണ്, പക്ഷേ അവരെ കൂടെ പോകുമ്പോൾ അവർക്ക് തോന്നും നടന്നില്ലെങ്കിൽ അജിത്ത് വന്നല്ലോ എന്ന് പലപ്പോഴും പറയുന്ന ഒരു എനിക്ക് അത് വളരെ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കത് വളരെ താല്പര്യത്തോടെ കാണും. അവരുടെ ഇഷ്ടമാണല്ലോ നമ്മളെ ഇഷ്ടമല്ലല്ലോ. നമ്മളെ ഇഷ്ടം ഒരിക്കലും ഞാൻ നോക്കാറില്ല. അവരുടെ ഇഷ്ടം അവരോടൊപ്പം അവരുടെ ചെറുതും വലുതുമായ ഏത് വിഷയത്തിനായിരുന്നാലും ഞങ്ങൾ അവരോടൊപ്പം. ഒരു കൗൺസിലറിൻ്റെ പണി മാത്രമല്ല, ചിലപ്പോൾ പിന്നെ വരുന്ന അവർ പറയുന്ന ആവശ്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഉച്ചയ്ക്ക് വന്ന് പറയും ഈ അമ്പിളിയമ്മാവനെ പിടിക്കാൻ പറ്റുമോ, എനിക്കൊന്ന് അമ്പിളിയമ്മാവനെ പിടിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ പറയും പിടിച്ചു തരാം, പക്ഷേ ഇപ്പം പകലില്ല, അമ്പിളിയമ്മനെ കാണാൻ പറ്റില്ല, ഞാൻ രാത്രി ആവട്ടെ ഞാൻ പിടിച്ചു തരാം. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. എനിക്കറിയാം അവർ പറയുമ്പോൾ തന്നെ അറിയാൻ നടക്കാത്ത കാര്യമാണെന്ന് പറയാം. പക്ഷേ എന്നിരുന്നാലും നമ്മളത് ആത്മാർത്ഥമായി ശ്രമിക്കും. കിട്ടാത്തതും അത് അവരുടെ ഇതാണ്, അത് വിധിയാണ്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യം. കഴിഞ്ഞ തവണ നെടുങ്കാടാണ് മത്സരിച്ചത്, ഇത്തവണ കരമനയാണ് മത്സരിച്ചത്. പക്ഷേ കരമന പ്രചരണത്തിൽ ഇറങ്ങുന്നതിനേക്കാളും കൂടുതൽ നെടുങ്കാടാണ് ഫോക്കസ് ചെയ്തത്. എന്തുകൊണ്ടാണ്? 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നെടുങ്കാടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ട്, 45 വർഷം ഒരു ചിഹ്നത്തിൽ, അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നത്തിൽ മാത്രം ജയിച്ച ഒരു പാർട്ടിയാണ്. അതിനു മുമ്പ് 15 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഒരുമിച്ചിരുന്ന സമയത്ത് അവരുടെ ഒരു സംവിധാനമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമെന്ന് പറയുന്നത് നെടുങ്കാട് തന്നെയാണ്. അത് ഞാനും അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു ചില തെരുവുകൾ കിട്ടിയിരിക്കുന്ന റൊസാരിയ തെരുവെന്നാണ് ഇരിക്കുന്നത്. അത്രയ്ക്ക് ചുവന്ന ഒരു മണ്ണാണത്. ആ മണ്ണിൽ കഴിഞ്ഞ 2020 പാർട്ടി എന്നെ നിയോഗിക്കുന്ന സമയത്ത്, 2020 നവംബർ 6-ാം തീയതി എന്നെ ഡിക്ലറേഷൻ ചെയ്തു. ആ സമയം ഞാൻ എൻ്റെ വാർഡിലില്ല, എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിലില്ല. ഞാൻ കോവിഡായിട്ട് ഞാൻ PRS ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. 10 ദിവസം അവിടെ നമ്മളെ കോവിഡുമായി ബന്ധപ്പെട്ട് ക്വാറൻറ്റൈനിലായിരുന്നു. 7 ദിവസം റിവേഴ്സ് ക്വാറൻറ്റൈൻ ഉണ്ടായിരുന്നു. അങ്ങനെ 17 ദിവസം തിരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്ത് 17 ദിവസം സ്ഥാനാർത്ഥിഷിപ്പം നമുക്ക് വന്നതിന് ശേഷം 17 ദിവസം ഞാൻ വാർഡിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷെ അപ്പോഴൊക്കെ പ്രവർത്തിച്ചത് നമ്മൾ അവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട മുഴുവൻ പ്രവർത്തകരും ഈ പറയുന്ന ചുവന്ന മണ്ണ് കാവി മണ്ണാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഈ കോട്ട തകർക്കണമെന്നല്ല, ഈ കോട്ട നിലനിർത്തണം, ഈ കോട്ട പിടിച്ചടക്കണം. പണ്ട് സുരേഷ് ചേട്ടൻ പറഞ്ഞു, കൺവെൻഷനിൽ പറഞ്ഞതാണ്, അജിത്ത് ഈ പറയുന്ന നെടുങ്കാടെന്ന് പറയുന്ന കോട്ട തകർക്കുവാൻ വേണ്ടി വന്നതല്ല, ഈ കോട്ട പിടിച്ചടക്കുവാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് കോട്ട പിടിച്ചടക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി, ഏക അഭിപ്രായത്തോടു കൂടി, ഒന്നും തന്നെ നോക്കാതെ എല്ലാ പ്രവർത്തകരും, സംഘപരിവാർ പ്രസ്ഥാനത്തിലെ മുഴുവൻ പ്രവർത്തകരും പ്രവർത്തിച്ചു. അതെൻ്റെ കഴിവല്ല, നമ്മുടെ സംഘടനയുടെ കഴിവാണ്. അവിടെ വിജയിച്ചത് കരമനജിത്തല്ല, അവിടെ വിജയിച്ചത് നമ്മുടെ സംഘടനയാണ്. അത് കഴിഞ്ഞിട്ട് 8 ദിവസമാണ് ഞാൻ അവിടെ പ്രവർത്തിച്ചത്. 8 ദിവസം പ്രവർത്തിച്ച് ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നില 8 ദിവസമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്കവിടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട്, 3900 വോട്ട് വാങ്ങി 186 വോട്ടിന് ഞാൻ അവിടെ നിന്ന് വിജയിക്കപ്പെട്ടു. തീർച്ചയായിട്ടും അത് BJPയുടെയും സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയും ഒരു വിജയമായി നമുക്കാണ്. അത് കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് വന്നു. അവിടുത്തെ CPMകാർ, അവിടുത്തെ ഇടതുപക്ഷ ചായ്വുള്ളവർ പറയുന്നത്, കഴിഞ്ഞ തവണ കരമന അജിത്ത് ആയതുകൊണ്ട് ജയിച്ചു, കരമന അജിത്തല്ല വേറെ ആരായിരുന്നാലും ഈ മണ്ണ് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം ഞാൻ മത്സരിച്ചത് കരമന അജിത്തല്ല, RCBനെയാണ് മത്സരിച്ചത്. എനിക്ക് കിട്ടിയ 186 വോട്ട് ഭൂരിപക്ഷമാണ്. 395 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് RCBനെ ജയിച്ചത്. അതുപോലെ തന്നെ പിന്നെ അവർ പറഞ്ഞത്, ഈ പറയുന്ന കരമന അജിത്ത് ജയിക്കുവാനുള്ള കാരണം, അല്ലെങ്കിൽ BJP ജയിക്കുവാനുള്ള കാരണം അവിടെ കൈപ്പത്തി ചിഹ്നമില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൈപ്പത്തി ചിഹ്നമല്ല, അവർ റിപ്പബ്ലിക് പാർട്ടിക്ക് വന്നു 72 വോട്ട് അന്നേരം കോൺഗ്രസ്സിന് കിട്ടും. കൈപ്പത്തി ചിഹ്നം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ താമര വിരിഞ്ഞത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്രാവശ്യം കൈപ്പത്തി ചിഹ്നം ഉണ്ടായിരുന്നു. ബീനാർസിയുടെ പോലെ തന്നെ ബീന പി നായർ എന്ന് പറഞ്ഞ ഒരേ പേരിലുള്ള ഒരാളിനെ ആണ് അവർ മത്സരിപ്പിച്ചത്. അവിടെ താമര വിരിഞ്ഞു. പിന്നെ അവർ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞത്, കരമന അജിത്ത് അല്ലെങ്കിൽ BJP അവിടെ 6 ബൂത്ത് എണ്ണുമ്പോഴും 2020 484 വോട്ടിന് പിന്നിലായിരുന്നു. ശരിയാണ്, ഞാൻ ഇവളൊക്കെ TV നോക്കുന്ന സമയത്ത് ഞങ്ങൾ കണ്ടതാണ്. 487 വോട്ടിന് കരമന അജിത്ത് പിന്നിലെന്ന് നെടുങ്കാട് എഴുതി കാണിക്കുന്ന സമയത്ത് ഇവളെന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജനങ്ങളങ്ങനെ തീരുമാനിച്ചേക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ടെൻഷനായിരുന്നു. അപ്പോൾ തിരിച്ച് നോക്കി, അപ്പോൾ 6 ബൂത്ത് എണ്ണുമ്പോഴും ഞാൻ പിന്നിലായിരുന്നു, BJP പിന്നിലായിരുന്നു. ആ 6 ബൂത്ത് കഴിഞ്ഞതിന് ശേഷം 7-8 ബൂത്തുകളിൽ 9 ബൂത്തിലാണ് BJP മുന്നേറ്റമുണ്ടാക്കി ഭൂരിപക്ഷമുണ്ടായത്.
ഈ 6 ബൂത്ത് മാത്രം വെച്ചുകൊണ്ട് ഡിലിമിറ്റേഷൻ നടത്തിയ സമയത്ത്, വാർഡ് പുനർനിർണ്ണയം നടത്തിയ സമയത്ത് ഈ 6 ബൂത്ത് മാത്രം ഉൾക്കൊള്ളിച്ചു, മറ്റു ബൂത്തുകളെ പല ഭാഗങ്ങളിലേക്ക് മാറ്റി. അപ്പോൾ ഈ 6 ബൂത്തുള്ള കരമന അജിത്ത് നിന്നിട്ട് പോലും BJPക്ക് താമര വിരിയിക്കുവാൻ വേണ്ടി ആ 6 ബൂത്തിലും സാധിച്ചില്ല. 484 വോട്ട് അന്നത്തെ സ്ഥാനാർത്ഥി, മേയർ സ്ഥാനാർത്ഥി പുഷ്പലത 1ാം സ്ഥാനത്തായിരുന്നു. ആ 6 ബൂത്ത് മാത്രമാണ് ഇപ്പോഴുണ്ടായിരുന്നത്. പക്ഷേ 6 ബൂത്തിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അവർ പറഞ്ഞത് ഈ 6 ബൂത്തിൽ നിന്നും ഒരിക്കലും കരമന അജിത്താണെങ്കിൽ പോലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ 6 ബൂത്ത് മാത്രം ഉണ്ടാക്കിയ ഡിലിമിറ്റേഷൻ ചെയ്തപ്പോഴും പുനർനിർണ്ണയം നടത്തിയപ്പോഴും ആ 6 ബൂത്തിൽ നിന്ന് തന്നെയാണ് നാം 395 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി വന്നത്. എങ്കിൽ ജനങ്ങളോടൊപ്പം നിന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? ജനങ്ങളോടൊപ്പം നിന്ന ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കും. അവിടെ കക്ഷിയെ, രാഷ്ട്രീയ, ജാതിയോ, മതവും, വർഗവും, വർണ്ണമോ ഒന്നും കാണില്ല, തീർച്ചയായിട്ടും കാണില്ല. അതായത് കഴിഞ്ഞ തവണ ചെയ്ത ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളാണ് ഇത്തവണ ബീന ആർസിക്ക് വോട്ടായി വീണത്. എൻ്റെ പ്രവർത്തനമാണ് അവിടെ സംഘടനയുടെ ഒരു കെട്ടുറപ്പ്, അതാണ് യഥാർത്ഥ പ്രവർത്തനം. ഇപ്പോൾ ഏകപക്ഷികമായിട്ട് ഒരു കൗൺസിലർ ഇറങ്ങിയങ്ങ് നടന്നെന്ന് പറഞ്ഞങ്ങ് താമരയ്ക്ക് വോട്ട് കിട്ടണമെന്നൊന്നുമില്ല. അവിടെ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ജനങ്ങളുടെ കാര്യങ്ങൾ നേടിക്കൊടുക്കുവാൻ വേണ്ടി പ്രവർത്തകരുടെ കഠിനമായ പ്രയത്നം. ഇപ്പോൾ എല്ലാ ജനങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് വേണം എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ബൂത്തിൽ വാർദ്ധക്യകാല പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞു, ഇന്ന ആളിന് 60 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, അവർക്ക് പെൻഷൻ്റെ ഫാം വാങ്ങിച്ചു കൊടുക്കണം, പെൻഷൻ വാങ്ങിച്ചു കൊടുക്കും. ഇന്ന വീട്ടിൽ കുടിവെള്ള കണക്ഷനില്ല, ജലജീവൻ മിഷൻ വഴി കുടിവെള്ള കണക്ഷൻ വാങ്ങിച്ചു കൊടുക്കണം. ഒരു വീട്ടിൽ BPL ആണ്, പക്ഷേ അവർക്ക് ഗ്യാസ് കണക്ഷൻ ഇല്ല, പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വൽ യോജന വഴി ഗ്യാസ് കണക്ഷൻ കൊടുക്കണം. ഇത് കണ്ടെത്താൻ എനിക്ക് സാധിക്കില്ല. അവിടെ സാധാരണപ്പെട്ട പ്രവർത്തകനെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ സാധാരണപ്പെട്ട ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ ഒത്തൊരുമയുടെ ഫലമാണ് അത്. കരമന അജിത്തിൻ്റെ വിജയമൊന്നുമല്ല. കരമന അജിത്ത് രാവിലെ മുതൽ കൗൺസിൽ പണി ചെയ്തത് കൊണ്ടാണ് ഇതെന്ന്, അങ്ങനല്ല. എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു, ചേട്ടാ അത് ചെയ്യണം, ചേട്ടാ ഇത് ചെയ്യണം, അജിത്തെ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇന്നാൾക്ക് ഇന്നത് ചെയ്യണം എന്ന് അവിടുത്തെ സംഘടനാപരമായ ഒരു കെട്ടുറപ്പോടുകൂടി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനില്ലായിരുന്നിട്ട് ഒരു സ്ഥാനാർത്ഥി അവർക്കില്ല. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് കാണിക്കാൻ ഒരാളില്ല, അയാൾ ഹോസ്പിറ്റലിൽ. പക്ഷേ എൻ്റെ ഫ്ലഗ് ഓർഡറുമായിട്ട് പിടിച്ചുകൊണ്ട് അവിടെ പോയി എന്താണ് എൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അവിടെ സംഘടനയല്ലേ ഏറ്റവും വലുത്, അവിടെ അജിത്ത് അല്ലല്ലോ. അജിത്ത് എന്ന് പറയുന്നത് ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ സംഘടനയുടെ കെട്ടുറപ്പോടുകൂടിയുള്ള ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ജനങ്ങളുടെ ജനഹിതം എന്താണെന്ന് മനസ്സിലാക്കി ആ ജനഹിതത്തിനനുസരിച്ച് കൗൺസിലറിനെ ആ പാത തെളിയിച്ചതിലാണ് നമുക്ക് വിജയിക്കുവാൻ സാധിച്ചത്. ചേച്ചി രാഷ്ട്രീയക്കാരൻ നിലയിൽ ഇപ്പോൾ കണ്ടില്ലേ വികാരം കൊണ്ടത്, അതുപോലെ കൗൺസിലർ നിലയിലും 100-ൽ 100 മാർക്കാണ്. ഒരു ഗൃഹനാഥൻ എന്ന നിലയിൽ എത്ര മാർക്ക് ഇടും ചേച്ചി? കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഈ തിരക്കിനിടയ്ക്ക് ഞാനും കൂടെ ചേർന്ന് എല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചേച്ചിയാണെങ്കിലും ചേട്ടന്റെ എല്ലാ പിന്തുണയും ഉറപ്പായിട്ടുണ്ട്. അപ്പൊ മക്കളൊക്കെ എന്ത് പറയും, അച്ഛൻ ഇങ്ങനെ തന്നെ പോകണം? അതെ, മക്കള് ഭയങ്കര സ്പിരിറ്റ് ആണ്, ആണല്ലേ? അച്ഛന്റെ വലിയ ആരാധകരാണ്. മോള് പാട്ട് പാടും, അല്ലെങ്കിൽ പ്രചരണ ഗാനം പാടിയിട്ടുണ്ട്. ചെങ്ങന്നൂരിലെ ശ്രീധരൻപിള്ള സാറിന്റെ പര്യടന ഗാനം പാടിയത് മൂത്തമാണ് ഹരിശ്രീ. ശരി, ഓക്കെ, സന്തോഷം. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ തലസ്ഥാന കോർപ്പറേഷൻ ഭരണം BJPക്കാണ്, പക്ഷേ കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ്? പ്രധാനപ്പെട്ടത് ഈ കയ്യിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടുന്നത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ പ്രാവശ്യം 11 സീറ്റാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ 11 സീറ്റുകൾ നെടുങ്കാട് പോലത്തെ പല സീറ്റുകളും വന്നപ്പോഴാണ് നമുക്ക് 35ലേക്ക് വരാൻ പറ്റിയത്. തിരഞ്ഞെടുപ്പല്ലേ, തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന് എല്ലാ ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് തിരുമല എന്ന് പറയുന്ന പ്രദേശം ഇപ്രാവശ്യം BJPക്ക് അനുകൂലമായ ഒരു പ്രദേശം തന്നെയായിരുന്നു. പക്ഷേ ആ തിരുമല കിട്ടിക്കോട്ടെ, പക്ഷേ പുന്നക്കമോൾ കിട്ടാൻ പാടില്ല. തിരുമല കിട്ടിക്കോട്ടെ, പക്ഷേ തൃക്കണ്ണാപുരം കിട്ടാൻ പാടില്ല. അതിനനുസരിച്ച് ഒരു വാർഡ് പുനർനിർണ്ണയം നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൃക്കണ്ണാപുരത്തുള്ള പല ബൂത്തുകളെയും എടുത്ത് BJPക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് എടുത്തിടുക, പുന്നക്കമുകളിൽ BJPക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെടുത്ത് പൂജപ്പുരയിലേക്ക് എടുക്കുക. പൂജപ്പുര എന്തായാലും BJP ജയിക്കും, തിരുമല എന്തായാലും BJP ജയിക്കും. പക്ഷേ ഈ 2 സീറ്റ് കിട്ടിക്കോട്ടെ, പക്ഷേ ഈ 2 സീറ്റ് കിട്ടാൻ പാടില്ല. അങ്ങനെ വാർഡിൻ്റെ പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട് ചില ഡിലിമിറ്റേഷൻ കമ്മിറ്റി ഒത്തുകളിച്ചു എന്നുള്ളത് ആദ്യം മുതലേ തന്നെ ആക്ഷേപിക്കുന്ന ഒരു ആരോപണമാണ് നമ്മൾ. അത് തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ തൃക്കണ്ണാപുരം പുന്നക്കാമൂൾ ഭാഗത്ത് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സത്യമാണ്. അതുപോലെ തന്നെ BJPയുടെ പക്കാ വോട്ടുകൾ, ഒരു ബൂത്തിൽ ഒരു 50 വോട്ടുകൾ അവർ പല വാർഡുകളിലേക്കും മാറ്റി മനഃപൂർവ്വം. BJP കിട്ടുമെന്നുള്ള വോട്ടുകൾ പലർക്കും വോട്ട് ലിസ്റ്റിൽ പേരില്ലാതായി, മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇത്തരം കുതന്ത്രങ്ങൾ തിരുവനന്തപുരം 101 വാർഡിലും നടപ്പിലാക്കി. പക്ഷേ ജനങ്ങൾ BJPയോടൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഭൂരിപക്ഷത്തോടു കൂടാൻ. ഈ കാണിക്കാൻ പറ്റുന്ന കുതന്ത്രങ്ങൾ മുഴുവൻ
ഡീലിമിറ്റേഷൻ കമ്മിറ്റി സർക്കാരിൻ്റെ നമ്മുടെ CPM-ൻ്റെ ഒത്താശയോടുകൂടി ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അല്ലാതെ അവിടെ സ്ഥാനാർത്ഥിയുടെ മോശക്കാരനൊന്നുമില്ല. രണ്ടിടത്ത് സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണ്. പാർട്ടിക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. പാർട്ടി വളരെ വളരെ കൂനം കുരുശമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം നമ്മൾ നടപ്പിലാക്കിയത്. ആ നടപ്പിലാക്കിയതിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ നമ്മൾ 50 സീറ്റുകളിലും നമ്മൾ വരാനുള്ള കാരണവും അത് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം കുതന്ത്രങ്ങളുടെ ഇതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ചില ഭാഗങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അതിന് പാർട്ടി പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി 45 ദിവസത്തിനകം വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരായിരിക്കും സ്വീകരിക്കുക? മേയർ കുപ്പായത്തിൽ ആരായിരിക്കും? പാർട്ടി ആരെയാണോ തീരുമാനിക്കുന്നത് ആ ആളായിരിക്കും സ്വീകരിക്കുന്നത്. അതിൽ യാതൊരു തർക്കവും വേണ്ട. പാർട്ടി ആരെ സ്വീകരിച്ചാലും ഈ 50 പേർക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നരേന്ദ്രമോദി 45 ദിവസത്തിനകത്ത് വരുമെന്ന് പറഞ്ഞത് ചില്ലറക്കാരനല്ല. തിരുവനന്തപുരത്തെ തൂക്കിയ നമ്മുടെ സാക്ഷാൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജിയാണ്. അദ്ദേഹം ഒരു പൊയ്വാക്ക് പറയാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരത്തിൻ്റെ നഗരപ്രദേശങ്ങളിൽ അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, എല്ലാ സ്ഥലത്തും. അപ്പോൾ ആ ഇടയ്ക്ക് ഒരു രണ്ട് ദിവസം നല്ലൊരു മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. ഈ വെള്ളക്കെട്ടുണ്ടായ സമയത്ത് അദ്ദേഹം അപ്പോഴവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞതാണ്, ഈ വെള്ളക്കെട്ടിന് നമുക്കൊരു പരിഹാരം കാണണം. അത് നഗരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനപരമായ ഒരു പ്രവർത്തനത്തിൽ ഒന്നാണ്. അദ്ദേഹം 2 മാസം കഴിഞ്ഞില്ല, കേന്ദ്രത്തിൽ അതിന് ബന്ധപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വഴി 150 കോടി രൂപ അനുവദിച്ചു. 50 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം നഗരസഭ. അങ്ങനെ 200 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു. CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ നമ്മുടെ ആര്യ രാജേന്ദ്രൻ ഒരു എസ്റ്റിമേറ്റ് പോലും ഇതുവരെ തയ്യാറാക്കിയില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം ജനങ്ങളോട് കാണിക്കുന്ന എന്തുമാത്രം കൊടിയ വഞ്ചന. ഇരു കൈകളും നീട്ടിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ നരേന്ദ്രമോദിയുണ്ട്. അത് സഹായിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യമുണ്ട്. അത് മുതലാക്കുവാൻ കേവലം എല്ലാം രാഷ്ട്രീയം കണ്ടാൽ ഇവിടെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുക എന്നുള്ളത്, പണമില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പണം തരാം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 150 കോടി രൂപ ഞങ്ങൾ അനുവദിക്കാൻ തയ്യാറാണ്, അനുവദിച്ചിരിക്കുന്നു, നിങ്ങൾ അതിൻ്റെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കൂ, അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കൂ, അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നതിന് കഴിഞ്ഞ 1.5 വർഷമായി ഞാൻ പല പ്രാവശ്യം സഭയിൽ ചോദിച്ചിട്ടുണ്ട്, എന്തായി അത് നോക്കിക്കൊണ്ടിരിക്കുന്നു, എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ അതിലടവച്ചിരിക്കുകയാണ്. പക്ഷേ ഇനിയുള്ള ഭരണസമിതി അതായിരിക്കില്ല. ഇനിയുള്ള ഭരണസമിതി വളരെ ഇച്ഛാശക്തിയോടുകൂടി തിരുവനന്തപുരം നഗരത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതി ആയിരിക്കും. അതിൽ യാതൊരു തർക്കവും വേണ്ട, ഏതൊരു തർക്കവും വേണ്ട. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞ കാര്യങ്ങൾ 45 ദിവസത്തിനകത്ത് മറ്റേ പടത്തിൽ പറയുമല്ലോ, മോഹൻലാൽ വരൂ എന്നൊക്കെ. മോഹൻലാൽ വരും, നരേന്ദ്രമോദി വരും. നരേന്ദ്രമോദി ഇത് ആദ്യമായിട്ടല്ല, എത്രയോ പ്രാവശ്യം നരേന്ദ്രമോദി വന്നു. നരേന്ദ്രമോദി വരും. തിരുവനന്തപുരം നഗരത്തിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി എണ്ണി അദ്ദേഹം അതിന് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി എല്ലാ സഹായവും നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിൽ യാതൊരു തർക്കവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. മേയർ കുപ്പായമിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ചോദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാർട്ടി പറയുന്നു. എന്തുകൊണ്ടാണ് അജിത്തേട്ടന്റെ പേര് അതിലിങ്ങനെ സജീവമായി കേൾക്കുന്നത്? എൻ്റെ അടുത്ത് ആരും ഒന്നും പറയാറില്ല. പാർട്ടി, നമ്മളെ പാർട്ടി അങ്ങനെയാണല്ലോ. നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് വ്യക്തി താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന പാർട്ടിയല്ല. ചായ അടിച്ചുകൊണ്ടിരുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അല്ലേ, അറിയാമല്ലോ. പ്ലാറ്റ്ഫോമിൽ ചായ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയ പാർട്ടിയാണ് ഈ പാർട്ടി, മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ പാർട്ടി. ഏറ്റവും കൂടുതൽ മുസ്ലിം സഹോദരങ്ങളെ MLA-മാരെ ഉണ്ടാക്കിയ പാർട്ടിയാണ് ഈ പാർട്ടി. ഏറ്റവും കൂടുതൽ SC/ST വിഭാഗത്തിൽപ്പെട്ടവരെ MP-മാരാക്കിയ പാർട്ടിയാണ് ഈ പാർട്ടി. ഇതിനൊക്കെ വേണ്ടി ഇവരൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സമൂഹം MP-മാരും MLA-മാരുമായിട്ടുള്ള പാർട്ടിയാണ് ഈ പാർട്ടി. ക്രിസ്ത്യൻ മേഖലയുള്ള സംസ്ഥാനങ്ങൾ മുഴുവൻ ഭരിക്കുവാൻ വേണ്ടി അവസരമൊരുക്കിയ ഒരു പാർട്ടിയാണ് പാർട്ടി. ആരെയും അകറ്റി നിർത്തിയിട്ടില്ല. നീ മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒന്നും അകറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരും ചേർത്ത് പിടിച്ച ഒരു സമീപനമാണ് BJP-ക്കുണ്ടായത്, സംഘപരിവാറിനുള്ളത്. തീർച്ചയായിട്ടും അത് ആരെയാണോ പാർട്ടി തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് നമ്മുടെ മേയർ.
ആ മേയർ തന്നെയായിരിക്കും സ്വീകരിക്കുന്നത്. അല്ലാതെ വ്യക്തി താല്പര്യങ്ങൾക്ക് ഒരു പരിഗണനയും നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിൽ എല്ലാം നമ്മൾ പറഞ്ഞില്ലേ 50 കൗൺസിലർമാർക്കും അതിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ആര്യ രാജേന്ദ്രൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്, ആര്യ രാജേന്ദ്രനെ ഈ ചില സന്ദർഭങ്ങളിൽ വിമർശിച്ച ഒരാളും കൂടിയാണ് അജിത്തേട്ടൻ. അപ്പോൾ അതെങ്ങനെയാണ് ഈ LKG കുട്ടി എന്നൊക്കെ പ്രയോഗം ഭയങ്കര വിവാദമായിരുന്നു? ഇത് പല സമീപനങ്ങളും പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആര്യ രാജേന്ദ്രൻ്റെ ആ കുട്ടിയുടെ താല്പര്യത്തിൽ കൂടിയല്ല ചെയ്തു തീർക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു, ഈ നൂലിക്കെട്ടിയ പാവയാണ് ആര്യ രാജേന്ദ്രൻ. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അറിയാം വളരെ വ്യക്തമായിട്ടും. പക്ഷെ പല കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് ആര്യ രാജേന്ദ്രനല്ല. അതിനൊരു പിൻസീറ്റ് ഡ്രൈവർ ഉണ്ടായിരുന്നു. അതിൻ്റെ പരിമിത ഫലമാണല്ലോ ഇപ്പോൾ അനുഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം നഗരത്തിലെ മേയറാക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞാൽ ആർക്കത് തർക്കിക്കാൻ പറ്റില്ല. ഞാൻ തന്നെയാണ് ആര്യ രാജേന്ദ്രൻ. പലപ്പോഴും സഭയിൽ പറഞ്ഞിട്ടുണ്ട്, ആര്യ മേയറാക്കിയത് ഞാനാണെന്ന് ഞാൻ പലപ്പോഴും സഭയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ തന്നെ മേയറാക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്. അന്ന് 2020 തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് മേയർ സ്ഥാനാർത്ഥികളിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു CPM ഉയർത്തിക്കാട്ടിയത് പുഷ്പലത, അന്നത്തെ ചെയർമാൻ. ആ ചെയർപേഴ്സനെ പരാജയപ്പെടുത്തിയത് BJP ആണ്. അത് BJP അന്ന് 2020 നെടുങ്കാടിൽ പുഷ്പലത പരാജയപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ പുഷ്പലതയായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ മേയർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാര്യം എടുത്തു നോക്കിയാൽ, ചിലപ്പോൾ ഒന്ന് തിരിച്ചു നോക്കിയാൽ, ആര്യ രാജേന്ദ്രൻ്റെ മേയർ കസേരയിൽ ഇരിക്കുവാൻ ഒരു അവസരം ഉണ്ടാക്കുന്നതിൽ ഒരു 25% എനിക്ക് നമ്മുടെ പാർട്ടിക്കും പങ്കുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് പലപ്പോഴും ഞാൻ കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. AKG സെൻറ്ററിലെ LKG കുട്ടി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ആ നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഓരോ പ്രോജക്റ്റുകളിലും ഓരോ ടെൻഡറുകളിലും നമ്മൾ LED ലൈറ്റുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു വിവാദമുണ്ടായി. ആ വിവാദമുണ്ടായ സമയത്താണ് ഞാനിത് പറഞ്ഞത്. അതായത് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയുടെ സഹോദരന് LED ലൈറ്റ് വാങ്ങുവാൻ വേണ്ടി ഒരു ഫോണിൽ കൂടി ലക്ഷക്കണക്കിന് രൂപയുടെ ടെൻഡർ ക്ഷണിച്ചത് അക്രഡിറ്റഡ് ഏജൻസി ആണെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വലിയ വിവാദമായ കേസാണ്. അതിൻ്റെ പിന്നിലൊന്നും ആര്യ രാജേന്ദ്രനാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. CPM ആണ്. നീ അത് നീ ചെയ്യണം, ചെയ്തേ പറ്റൂ. അത് ചെയ്യുകയാണ് ചെയ്തത്. ആര് ചെയ്തത്? CPM ചെയ്തത്. CPMൻ്റെ തിരുവനന്തപുരത്തെ തക്കാട് ഓഫീസ്, അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസായിരുന്നു. ഒരുപക്ഷെ അവിടുത്തെ മേയർ ക്യാമ്പയിൻ എന്ന് ഉണ്ടായിരുന്നു. അവിടെ അത്രയും മേയറുടെ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് ഒരു മൂല സ്ഥാനം എന്ന് പറയുന്നത് അവിടെ തന്നെയാണ്. എവിടെ? തിരുവനന്തപുരം സിറ്റി. അതിന് അവിടെ തർക്കം വരുമ്പോഴാണ് അത് AKG സെൻറ്ററിലേക്ക് പോകുന്നത്. അത് വേണോ, ഇത് വേണോ, ആർക്ക് ഗുണങ്ങൾ, എവിടെയൊക്കെ എന്ത് ചെയ്യണം, അത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നതിനുള്ള സെൻറ്ററായിട്ടാണ് AKG സെൻറ്റർ പറയുന്നത്. അങ്ങനെ AKG സെൻറ്ററിലെയും ജില്ലാ കമ്മിറ്റി ഓഫീസിലെയും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു പാവ തന്നെയായിരുന്നു ആര്യ രാജേന്ദ്രൻ. അതിൻ്റെ പരിമിത ഫലമാണ് ഇപ്പോൾ CPM അനുഭവിക്കുന്നത്. ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാവുമ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടോ, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ചേട്ടാ, അങ്ങനെ എന്താണ് വിഷമാവൂലേ? ഞാൻ എപ്പോഴും പറയും, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമുക്കും 2 പെൺകുട്ടികളാണ്, അതുകൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ല. ഇളയ മോളിത്തിരി ചബ്ബി ഇതാണ്. അപ്പം പുള്ളിക്കാരിയെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇതാണ് വരുന്നത്. ഇളയ മോളുടെ പോലെയാണ് ആര്യയുടെ ഫിഗറും. അതുകൊണ്ട് ഭയങ്കര ഒരു സ്നേഹമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, പാവം അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇത് കൗൺസിലിന് പോകുമ്പോഴും ഞാൻ പറയും, കിടന്ന് ബഹളം വയ്ക്കരുത്. വീട്ടിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. വിമർശനങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയും. നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളും, തള്ളി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തള്ളിപ്പറയും എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. രാഷ്ട്രീയ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഇന്നേ വരെ ഒരു പിണങ്ങാത്ത ദമ്പതിമാരാരേ എന്ന് ചോദിച്ചാൽ ഞാനേ ഉള്ളൂ മാത്രമാണ്. ഇന്നുവരെ പിണങ്ങിയിട്ടില്ല. നരേന്ദ്രമോദിയുമായുള്ളൊരു ബന്ധം എങ്ങനെയാണ്? നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷമല്ല ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും. നരേന്ദ്രമോദിയെ ഞാൻ ആദ്യമായി കാണുന്നത് 1992 നമ്മുടെ ഏകതായാത്ര, അന്നത്തെ ആൾ ഇന്ത്യ പ്രസിഡന്റ് നമ്മുടെ ജോഷിജി നയിച്ച ഏകതായാത്ര നടക്കുന്ന സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആ യാത്ര കടന്നു പോകുന്നു. അത് MC റോഡ് വഴിയാണ് അത് കടന്നു പോകുന്നത്. അത് പാറശാല മുതൽ കളിയിക്കാവള മുതൽ നമ്മുടെ മഞ്ചേശ്വരം വരെ ഈ യാത്ര കടന്നുപോയി.
ആ കടന്നുപോയ സമയത്ത് ആ യാത്രയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. കാരണം അന്ന് യുവമോർച്ചയായിരുന്നു ഞാൻ. യുവമോർച്ചയുടെ വോളണ്ടിയേഴ്സിനാണ് ആ യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ആ പരിപാടിയെ സംഘടിപ്പിക്കുവാനും പരിപാടിയിൽ ഉടനീളം യാത്ര ചെയ്യുവാനും വോളണ്ടിയേഴ്സിൻ്റെ ചുമതല എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 92-ൽ കളിയിക്കാവളയിൽ നിന്നും അന്ന് പാർട്ടിയുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി നമ്മുടെ പി മൂന്നേട്ടനായിരുന്നു. രാംപിള്ള സാറാണ് സംസ്ഥാന പ്രസിഡന്റ്. ആ സമയത്ത് ആദ്യമായി കാണുന്ന കളിയിക്കാവള വെച്ചിട്ട് ഒരു താടി വെച്ച ഒരു കൊച്ചു പയ്യൻ, ഇന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു വെളുത്ത അംബാസഡർ കാർ, അതിൽ മൂന്തേട്ടനും കൂടെ ഉണ്ടായിരുന്നു. മൂന്തേട്ടൻ നമ്മളെ വോളണ്ടിയേഴ്സിൻ്റെ ഫ്രണ്ടിലാണ് ഈ വാഹനം പോകുന്നത്. ജോഷിജി അതുപോലെ തന്നെ ഈ മൂന്തേട്ടനും നമ്മുടെ നരേന്ദ്രമോദിജിയുള്ള വാഹനം, അതിന് പിന്നിൽ നമ്മളെ വോളണ്ടിയേഴ്സ് ജീപ്പായിരുന്നു. ഞങ്ങളൊരു ജീപ്പ്, നമ്മളൊരു 10-12 പേരടങ്ങുന്ന ഒരു വണ്ടിയിലായിരുന്നു യാത്ര. കളിയിക്കാവളയിൽ നിന്ന് ആരംഭിച്ചു. അത് ഏകദേശം എല്ലാ ഈ MC റോഡ് വഴി കടന്നു പോകുന്ന സമയത്തൊക്കെ അങ്കമാലിയിലൊക്കെ എത്തുന്ന സമയത്ത് വളരെ ഭയങ്കരമായ ജനസമുദ്രമായിരുന്നു ആ സമയത്ത്. അപ്പോൾ വാഹനത്തുനിന്ന് ചാടി ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തോളിൽ തട്ടി, ഇന്നത് അവിടെ പോയി 5 പേര് നിൽക്കണം, ഇവിടെ പോയി 5 പേര് നിൽക്കണം, അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ മൂന്തേട്ടനോടൊപ്പം യാത്ര ചെയ്ത്, അന്നൊന്നും നമുക്കറിയില്ല ഇതൊരു അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാകുമെന്നോ അല്ലെങ്കിൽ നമ്മളേതോ ഒരു പാർട്ടിയുടെ ഒരു ചുമതലപ്പെട്ട ആൾ, അന്ന് അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ആ സമയത്താണ് ആ യാത്രയുമായി ബന്ധപ്പെട്ട് എനിക്ക് കാണുവാൻ സാധിച്ചത്. ആ യാത്രയിലുടനീളം രാത്രി ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്, അന്നൊരു ടീമായിരുന്നു. ഞങ്ങളൊക്കെ ഒരു ആഹാരം കഴിച്ചോ കഴിച്ചില്ലെന്ന് അന്വേഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴും ആ സമയത്തും നരേന്ദ്രമോദിയെ ഇന്ന് കാണുന്നത് പോലെ ഉള്ളതൊന്നും എനിക്കറിയില്ല. ഇത് ഇന്ന ആളാവാൻ പോകുന്നൊന്നും അറിയില്ല. ഒരു സംഘടനാ ചുമതലയുള്ള ആൾ ഡയറക്ഷൻ ചെയ്യുന്നു, മൂന്തേട്ടൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളത് മാത്രമേ നമുക്കറിയാവുള്ളൂ. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് കോയമ്പത്തൂർ എത്തുന്ന സമയത്ത് വാളയാറാണ് നമ്മളെ പോയിൻറ്റ്. വാളയാറിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഈ വോളണ്ടിയേഴ്സ് പിൻവലിയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ തമിഴ്നാടിൻ്റെ വോളണ്ടിയേഴ്സാണ് അവിടെ വരേണ്ടത്. അങ്ങനെ വാളയാർ എത്തിയ സമയത്ത് തമിഴ്നാടിൻ്റെ വോളണ്ടിയേഴ്സ് അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ തോളിത്തട്ടി എല്ലാവരും തട്ടി നമസ്കാരമൊക്കെ പറഞ്ഞ് മൂന്തേട്ടൻ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ആ വെള്ള വാഹന അംബാസഡർ കാറിൽ അവർ യാത്ര ചെയ്ത് ഞങ്ങൾ ജീപ്പുമായിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. തീർച്ചയായിട്ടും ആ അനുഭവം ജീവിതത്തിൽ, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രീതിയായിരുന്നു അത്. തീർച്ചയായിട്ടും അത് 34 വർഷം അദ്ദേഹത്തിന്. അന്നും ഞാനത് നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായല്ലോ. മുഖ്യമന്ത്രി ആയപ്പോഴാണ് ഞാൻ ആനയുടെ വലിപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹമായിരുന്നല്ലോ നമ്മളെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. ഏകദേശം 4 ദിവസമോ 3-4 ദിവസം ഉണ്ടായിരുന്നു. അയ്യോ, ലോക നേതാവെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇന്ന് ലോകത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ രക്ഷകൻ, ലോക ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഭാരതം, ആ ഭാരതത്തെ നയിക്കുന്ന മഹത് വ്യക്തി. തീർച്ചയായിട്ടും ഒരിക്കലും നമുക്കത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവിടെയല്ലേ തലകുനിക്കുന്നത്, അവർക്കൊന്നും പറയാൻ പറ്റാത്തതല്ലേ. അതുകൊണ്ടാണ് നമ്മളെ ഇനിയും എത്രയോ വർഷം ഇനിയും നമ്മുടെ ഭാരതം, നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി, അതുപോലെ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ത്യ ഗവൺമെൻറ്റിൽ ഇരിക്കണം, ഇന്ത്യ ഗവൺമെൻറ് ഇവരുടെ കയ്യിലിരിക്കണമെന്ന് ഏതൊരു രാഷ്ട്രീയ പാർട്ടി പോലും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. 42 വർഷത്തെ രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പാർട്ടിയിലേക്ക് എത്തിയില്ലായിരുന്നുവെങ്കിൽ അജിത്തേട്ടൻ എന്താവുമായിരുന്നു? അത് ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ. എന്നെ കൊണ്ട് ഇവിടെ എത്തിച്ചത് ആരാണ്? ആഗ്രഹങ്ങൾ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ KSU ആയിരുന്നു. KSU 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ ഞാൻ KSUവിന് വേണ്ടി മത്സരിക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് കരമന ജയൻജി ഒക്കെ KSU, ഞങ്ങളൊക്കെ ഒരു KSU ഇല്ല. അന്നൊന്നും ABVP ഇല്ല. ആ കാലാംശത്തിൽ 8ാം ക്ലാസ്സിൽ ഞാൻ മത്സരിച്ചു. ഞാൻ അന്ന് 2 വോട്ടിന് തോറ്റു. അത് കഴിഞ്ഞിട്ട് 9ാം ക്ലാസ്സിൽ മത്സരിച്ചു, 1 വോട്ടിന് തോറ്റു ക്ലാസ്സിൽ. അന്ന് SFI ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ 2005 ഞാൻ കരമനയിൽ ആദ്യം മത്സരിക്കുന്ന സമയം 110 വോട്ടിന് തോറ്റു. അത് കഴിഞ്ഞിട്ട് മണക്കാട് 42 വോട്ടിന് തോറ്റു. തീർച്ചയായിട്ടും തോൽവിയെ അറിഞ്ഞിട്ടുള്ള ഒരുത്തനാണ് ഞാൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു പാർലമെൻറ്റ് രംഗത്ത് നിൽക്കുമ്പോൾ, ഒരു മത്സര രംഗത്ത് നിൽക്കുന്ന സമയത്ത് തോൽവിയുടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുന്നവൻ തീർച്ചയായിട്ടും അത് ഉയരങ്ങളിൽ എത്തുമെന്ന് എൻ്റെ ആചാര്യന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി ഞാൻ ഈ തോൽവിയൊക്കെ ഉണ്ടാകുന്ന സമയത്തും
സ്കൂളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് തോൽക്കുമ്പോഴും 2 പ്രാവശ്യം നഗരസഭയിൽ മത്സരിക്കുമ്പോൾ തോൽക്കുമ്പോഴൊക്കെ എനിക്കൊരു വാശിയുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ജയിക്കണം, ഒരു പാർലമെൻ്ററി ആകണം എന്നുള്ളൊരു മോഹമുണ്ടായിരുന്നു. അത് ചെറിയ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരു പാർലമെൻ്ററിയൻ ആകണം, ഒരു കൗൺസിലർ ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ രാഷ്ട്രീയ രംഗത്ത് വരുന്നത് പെട്ടെന്നങ്ങ് ജില്ലാ ഭാരവാഹിയോ സംസ്ഥാന ഭാരവാഹിയോ ഒന്നല്ല. 84 കേരളവർമ്മ സാറ് മത്സരിക്കുന്ന സമയത്ത് ഞാൻ ഒരു അരശുമൂടിലെ ഒരു ബൂത്തിൻ്റെ ചുമതലയായിരുന്നു. അത് കഴിഞ്ഞ് കുമ്മനം രാജശേഖരൻ ചേട്ടൻ മത്സരിക്കുന്ന സമയത്തും ഞാൻ ആ ബൂത്തിൻ്റെ കൺവീനറായിരുന്നു. അരശുമൂട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ആ ഭാഗത്തെ മാത്രം ഒരു ചുമതലപ്പെട്ടത്. പിന്നെ പാർട്ടിയുടെ വാർഡ് പ്രസിഡൻ്റായി, യുവമോർച്ചയുടെ വാർഡ് പ്രസിഡൻ്റായി, യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡൻ്റായി, യുവമോർച്ചയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി, യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റായി, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻ്റായി, വർഷങ്ങളോളം പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻ്റായി, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹി 2002 മുതൽ 2020 വരെ ഈ പറയുന്ന ജില്ലാ ഭാരവാഹിയായിരുന്നു, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു, സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായിരുന്നു, ഒക്കെ ആയിരുന്നു. എനിക്ക് പാർട്ടി എല്ലാം തന്നിട്ടുണ്ട്. കൗൺസിലറായി 10 വർഷം തന്നിട്ടുണ്ട്. ഇതിലപ്പുറം ഇനി എന്താ വേണ്ടത് പാർട്ടി എനിക്ക് തരേണ്ടത്? അതെ, അതെ. ഞാൻ ഏറ്റവും കൂടുതൽ അഗ്രഹാരങ്ങളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കരമന എന്ന് പറയുന്നത്. അവിടെ നിന്ന് ജയിച്ച ആദ്യമായി ഒരുപക്ഷെ കേരളത്തിലല്ല, നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ തെക്കൻ ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്, സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഞാനായിരുന്നു. അത് തീർച്ചയായിട്ടും എനിക്ക് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞതാണ്, സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. എനിക്ക് സംസ്കൃതം അറിഞ്ഞൂടാ, ഇപ്പോഴും എനിക്ക് സംസ്കൃതം അറിയില്ല. പക്ഷേ എന്നെ പഠിപ്പിച്ചു, എന്നെ പഠിപ്പിച്ച് പറയേണ്ട വാക്ക് നിർത്തേണ്ടത് അറിയാലോ. സംസ്കൃതത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, അറിയാത്ത ഭാഷയിൽ സംസാരിക്കുന്ന. അവിടെ നിന്ന് ജയിച്ചത് കൊണ്ട് ചേട്ടൻ അങ്ങനെ പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു, അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഏതായാലും വളരെയധികം സന്തോഷം ഇത്രയും നേരം നമുക്കിപ്പം കുടുംബവിശേഷങ്ങളും രാഷ്ട്രീയ വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചത്. വളരെയധികം നന്ദി. ഓക്കെ.